നമ്മുടെ സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി അധ്യാപകരുടെ അധ്യയന സമയം വർദ്ധിപ്പിക്കാൻ നീക്കം നടക്കുന്നു. ഒരു പീരീഡിന്റെ ദൈർഘ്യം 45 മിനിറ്റിൽ നിന്നും 1 മണിക്കൂറാക്കി കൂട്ടാനാണ് നിലവിലെ ആലോചന. വിദ്യാഭ്യാസ നിലവാരം ഉയർത്താനാണ് ഈ നടപടി എന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വിശദീകരണം. നീക്കത്തിൽ ആശങ്ക അറിയിച്ച അധ്യാപക സംഘടനകളും രംഗത്ത് വന്നു. കാണാം ന്യൂസ് മലയാളം ദ ബിഗസ്റ്റ്. നിലവിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ അധ്യാപകരുടെ അധ്യയന സമയം 45 മിനിറ്റാണ്. ജൂനിയർ വിഭാഗം അധ്യാപകർക്ക് ആഴ്ചയിൽ 15 പീരീഡും സീനിയർ വിഭാഗത്തിന് ആഴ്ചയിൽ 25 പീരീഡ് വരെയും ക്ലാസുകൾ ഉണ്ടാകും. പീരീഡുകളുടെ അടിസ്ഥാനത്തിലാണ് അധ്യാപക തസ്തിക നിർണയം. പുതിയ നിർദ്ദേശം നടപ്പിലാകുമ്പോൾ വ്യാപകമായി തസ്തിക വെട്ടിച്ചുരുക്കുമെന്നും പുനർവിന്യാസം ഉണ്ടാകുമെന്നും അധ്യാപക സംഘടനകൾ ആരോപിക്കുന്നു. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഹയർ സെക്കൻഡറി തകർക്കുക എന്നുള്ള ലക്ഷ്യമാണ് സർക്കാരിനുള്ളത്. പീരീഡുകൾ മണിക്കൂറുകളാക്കി മാറ്റുമ്പോൾ ആയിരക്കണക്കിന് അധ്യാപക തസ്തികൾ ജൂനിയർ ആവുകയും അവർക്ക് ജോലി നഷ്ടപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടാകും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ജോലി ഭാരം ഉണ്ടാവുകയും പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ഗുണനിലവാരം തകർക്കുന്നതിനും കാരണമാകും. വിദ്യാർത്ഥികളെ പരീക്ഷകൾക്ക് മാത്രമല്ല സജ്ജമാക്കേണ്ടതെന്നുള്ളത് സർക്കാർ തിരിച്ചറിയണം. ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഇടവേളകൾ ഒഴിവാക്കിയാൽ ഒരു ദിവസത്തിൽ ലഭ്യമായ അധ്യാപന സമയം 6 മണിക്കൂറാണ്. ഈ സമയപരിധിയിൽ പരമാവധി 8 പീരീഡ് അധ്യാപനം നടത്താം. എന്നാൽ പുതിയ സമയക്രമം അനുസരിച്ച് 6 പീരീഡുകൾ മാത്രമായിരിക്കും ക്ലാസ് എടുക്കാൻ സാധിക്കുക. ഇത് വേതനഘടന, സ്ഥാനക്കയറ്റം, സ്ഥലം മാറ്റം, അധ്യാപക വിദ്യാർത്ഥി അനുപാതം എന്നിവയെ ദോഷകരമായി ബാധിക്കുമെന്നും ആക്ഷേപമുണ്ട്. സമയമാറ്റവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കാനായി കഴിഞ്ഞ മാസം 24-നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സർക്കുലർ ഇറക്കിയത്. സമയപരിഷ്കരണം അധ്യാപകരുടെ തൊഴിലിനെ ബാധിക്കുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ആശങ്ക. MP ദേവൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.